ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ സുവിശേഷം എന്നാൽ എന്ത് എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് അതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ സംസാരിപ്പാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വായിച്ച വേദഭാഗം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. 2 തീമോത്തി 2:8 വായിച്ചുകൊണ്ടാണല്ലോ നാം അത് ആരംഭിച്ചത്. അതെ, സുവിശേഷം എന്നാൽ എന്ത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, യേശു ക്രിസ്തു, അതാണ് എൻ്റെ സുവിശേഷം എന്ന് 2 തീമോത്തി 2:8 വായിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായത്. അതിനോടുള്ള ബന്ധത്തിൽ ഈ 3 കാര്യങ്ങൾ, ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് 8 കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി. അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടക്കം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്, കർത്താവ് യേശു ക്രിസ്തു ന്യായം വിധിക്കാൻ പോകുന്ന വസ്തുത, ഈ 8 കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി. എന്നാൽ അതിനെപ്പറ്റി ഒരു വിശദീകരണം ഇന്ന് ജനനം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ചില വസ്തുതകൾ പറയുവാൻ തക്കവണ്ണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെയുള്ള തൻ്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഉലകത്തിൽ അനേക മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു ജനനമോ മരണമോ വേറെ ഒരു വ്യക്തിയിലും നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുകയില്ല. കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് ചില കാര്യങ്ങൾ ഇവിടെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് വന്നിരിക്കുന്നു എന്നും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ ജനനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 4000 വർഷം മുമ്പും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ 7:14 രേഖപ്പെടുത്തിയിട്ടുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ചില വേദഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു വേദഭാഗം മാത്രം ഇപ്പോൾ ഞാൻ വായിക്കുകയാണ്. യെശയ്യാവ് 7:14. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 1 അതിൻ്റെ 21 പറയുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജനത്തിൻ്റെയും സകല മാനവജാതിയുടെയും പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിപ്പാനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു താൻ ഈ ലോകത്തിൽ ജനിച്ചത് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജനത്തിൻ്റെയും എന്ന് പറയുമ്പോൾ സകല ജനത്തിൻ്റെയും എന്നിവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇതിനപ്പുറമായിട്ട് വേറൊരാൾ ജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് വരിക സാധ്യമല്ല. ആരെല്ലാം രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആർക്കെല്ലാം രക്ഷ വേണോ, അത് ശിക്ഷാവിധിയിൽ നിന്നും അതേ രക്ഷയെങ്കിലേക്ക് കടന്നു വരുവാൻ തക്കോണം ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവർക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു ആണ്. തൻ്റെ ജനനത്തിൽ കൂടി വളരെ വ്യക്തമായിട്ട് ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 1:31 വായിക്കുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. മറിയോട് പറയുന്നതാണ്, നീ ഗർഭം ധരിച്ചു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുപോലെ 33 അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ഇവിടെയും നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും. ഈ വിഷയങ്ങളൊക്കെയും തുടർന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതിൻ്റെ മത്തായി സുവിശേഷം 1:22 പറയുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും.
ഇപ്രകാരം പ്രവചന രൂപേണ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു വ്യക്തി ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ ജനിച്ച ഒരു വ്യക്തി? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം പോലെ നടന്ന ജനനം വേറെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ആരും ഇതുപോലെ ജനിച്ചിട്ടില്ല. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് നമ്മൾ ആദ്യം വായിച്ചതായിരിക്കുന്ന 2 തീമോഥെയോസ് 2:8 യേശുക്രിസ്തുവിൻ്റെ ജനനം, അതുപോലെ തന്നെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അതാകുന്നു എൻ്റെ സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് രണ്ട് വേദഭാഗം കൂടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 1:18 യേശുക്രിസ്തുവിന്റെ ജനനം എപ്രകാരമായിരുന്നു എന്നൂടി ഇവിടെ വിസ്തരിച്ചുകൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു: അവന്റെ അമ്മയായ മറിയ യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവലാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുരുഷ സമ്പർക്കമില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത് പുരുഷ സമ്പർക്കമില്ലാതെ എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ശിശുവായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പറയുന്നത് അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അതിൻ്റെ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേപ്പെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം എപ്രകാരമായിരുന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ ജനനം പോലെ അല്ലായിരുന്നു. പുരുഷ സമ്പർക്കത്തോടു കൂടി ആയിരുന്നുവെങ്കിൽ യേശുക്രിസ്തു പാപിയായിട്ട് ലോകത്തിൽ ജനിക്കുമായിരുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിച്ചു എന്നവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ കർത്താവ് യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ജനിച്ചു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് 7 കാര്യങ്ങൾ താൻ പ്രവചിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 26 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 27 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ദാവീദ് ഗ്രഹത്തിലുള്ള യോസേപ്പ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. എന്നിട്ട് പറയുകയാണ്, മറിയയുടെ അടുത്ത് പോയി വിവരം പറഞ്ഞതിന് ശേഷം പറയുകയാണ് അതിൻ്റെ 31-ാം വാക്യത്തിൽ: നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ കന്യയായ മറിയം ഗർഭം ധരിക്കും. അതുപോലെ തന്നെ ഒരു മകനെ, ഒരു പുത്രനെ പ്രസവിക്കും. പുത്രിയല്ല, പുത്രനെ പ്രസവിക്കും. ഇന്നത്തെ കാലത്ത് പ്രസവിക്കുന്നത് വരെയും അറിയാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് ലിംഗം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മറിയയിൽ ഉൽപ്പാദിതമാകാൻ പോകുന്നതായിരിക്കുന്ന ആ ശിശു ഒരു മകനാണ്, ഒരു പുത്രനാണ്, പുത്രിയല്ല. എന്ന് മാത്രമല്ല, അവന് കൊടുക്കേണ്ട പേരും പറഞ്ഞിട്ടുണ്ട്. അവന് യേശു എന്ന് പേരിടണം എന്നിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 32-ാം വാക്യത്തിൽ പറയുന്നത്: അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ വലിയവനാകും. ഞാൻ ചോദിക്കുന്നത്, അവൻ വലിയവനല്ലായിരുന്നു? 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർച്ചയില്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ? അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തില്ലേ? ചീടന്മാർക്ക് കേൾവി കൊടുത്തില്ലേ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയില്ലേ? അതെ, അവൻ വലിയവനല്ലായിരുന്നോ? അവൻ വലിയവനായിരുന്നു എന്ന് അത് തന്നെ തൻ്റെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട്
പറയുകയാണ്. എന്നാൽ ഒരു കാര്യം മാത്രം അത് പൂർത്തീകരിച്ചിട്ടില്ല. അവൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പ്രവചിച്ചതായിരിക്കും. 33 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, ഇനി അവൻ രാജാവാകാൻ പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ശരി പൂർത്തിയായിട്ടുണ്ട്. തൻ്റെ പ്രവചനങ്ങളിൽ എല്ലാ വിഷയങ്ങളും അതെ വിവാഹം നിശ്ചയിച്ച കന്യകയായിരുന്നു എന്നും അവൻ്റെ പേര് മറിയ എന്നായിരുന്നു എന്നും അവൾ ഗർഭം ധരിക്കുമെന്നും അവനൊരു മകനെ പ്രസവിക്കുമെന്നും അവൻ യേശു എന്ന് പേരിടണമെന്നും അവൻ വലിയനാകുന്നു, അതുപോലെ തന്നെ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്കെയും പൂർണ്ണമായി അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല 33 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രാജാവാകുന്നുള്ളത് അവൻ രാജാവാകുവാൻ വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നവനാണ്. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 21 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം കൂടെ വായിക്കാം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. പ്രിയരെ, ഇവിടെയാണ് ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ ആ പ്രാധാന്യത. ഞങ്ങൾ എന്തിനാണ് സുവിശേഷം അറിയിക്കുന്നത്? ഞങ്ങൾ തെരുക്കവലയിലും അത് തെരുവീതിയിലും വീടുകൾ തോറും കയറിയിറങ്ങി നടന്ന് ഈ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ഉദ്ദേശം അത് ഞങ്ങൾക്ക് പറയാ സാധിക്കുകയുള്ളൂ, പറയാതിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് എന്തിനാണ്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് അതേ മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കുവാൻ വേണ്ടിയാണ്. അത് ഏതൊരു വ്യക്തിയും കേൾക്കേണ്ട സുവിശേഷമല്ലേ? ആ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കേണ്ടതല്ലേ? ഒരു രോഗിയായിരിക്കുന്ന വ്യക്തി അത് മറ്റുള്ളവൻ്റെ അതേ രോഗത്തിൽ നിന്നും സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ ആ വിഷയം മറ്റുള്ളവരോട് പറയുകയില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ലഭിച്ചതായിരിക്കുന്ന ഈ രക്ഷ, ഞാൻ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു, ആ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന എന്നെ മാടി വിളിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം എന്നെ ദൈവമകനാക്കി തീർത്തതായിരിക്കുന്ന ആ വലിയ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ കൊണ്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ആഗ്രഹിക്കുന്നു. ഈ സുവിശേഷത്തെ തടയിടുവാൻ കൊണ്ട്, ഈ സുവിശേഷത്തിന് പ്രതിബന്ധമായിട്ട് ഇന്ന് അനേക ശത്രുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രിയരെ, ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഈ സുവിശേഷം ആർക്കാണ് വേണ്ടത്? സകലമാന ജനങ്ങൾക്കും വേണ്ടതാണ്. അതിന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം കൂടി വായിക്കുന്നു. ഇവിടെ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തില് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് സുവിശേഷം? സർവ്വജനത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയരെ, എല്ലാ ജാതി മതസ്ഥരും, എല്ലാ വിഭാഗത്തിലുള്ളവരും, അവർ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഇല്ല, ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും, ഏത് ഭാഷ പറയുന്നവരായിരുന്നാലും, എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷമല്ല, മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പ്രിയരെ, ഈ സുവിശേഷം പറയാതെ ഞങ്ങൾക്ക് മൗനമായിരിക്കാൻ സാധ്യമാണോ? ഞങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന സന്തോഷം, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായിരിക്കുന്ന ആ വൻ ഉപകാരം, അത് ഞങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ ഗുണം കഴിയും? ഇന്ന് അനേകർ ഇത് പറയരുത് എന്ന് പറയുന്നുണ്ട്. ഒരു മദ്യപാനം നിർത്തി വരുന്നത് നല്ലതാണ്, പക്ഷേ മദ്യപാനി നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ സുവിശേഷത്താൽ മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാനൊരു കാര്യം പറയുകയാണ്. ഈ രക്ഷ ആവശ്യമാണ്. മദ്യപിച്ച് മുൻപോട്ട് പോകുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മനപരിവർത്തനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ഈ സുവിശേഷം ആവശ്യമാണ്. കാരണം ബൈബിളിൽ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. എന്നാൽ സന്തോഷമില്ലാത്തവരുടെ ജീവിതത്തിന് സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതെ, ഈ സുവിശേഷം അറിയിക്കേണ്ടത്, ഈ സുവിശേഷം അംഗീകരിക്കേണ്ടത്, ഈ സുവിശേഷം കേൾക്കേണ്ടത്, ഈ സുവിശേഷത്തെ ഗ്രഹിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? ഈ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ, അതെ, നിങ്ങൾ ഏതെങ്കിലും മരുന്ന് വാങ്ങിച്ച് ഉറക്ക ഗുളിക കഴിച്ച് നിങ്ങൾ രാത്രി ഉറങ്ങുകയാണ് എങ്കിൽ, ഇതാ ഇവിടെ ഒരു സുവാർത്ത. ഇതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ളത് അതൊരു വലിയൊരു സുവാർത്തയാണ്. ആ ഒരു സുവിശേഷമാണ് എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കുന്നുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം ഞാൻ വായിക്കട്ടെ. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ
പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി ജനിച്ചു പ്രിയരെ? എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കാം. എങ്കിലും നീ ഏത് സമയം വരെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അംഗീകരിക്കുന്നില്ലയോ, അന്ന് വരെ നിനക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായിരിക്കുന്ന രക്ഷ നിനക്ക് അനുഭവിപ്പാൻ കൊണ്ടും കഴിയുകയില്ല. ഒരുപക്ഷെങ്കിൽ നീ ഒരു ഉപദേശിയുടെ മകനായിരിക്കാം, മകളായിരിക്കാം, ഒരു പാസ്റ്ററുടെ മകനായിരിക്കാം, മകളായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നിങ്ങളൊരു ബിഷപ്പിൻ്റെ മകനോ മകളോ ആയിരിക്കാം. എന്നാൽ ഇവിടെ ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നുവരെ ഈ കർത്താവായ യേശു ക്രിസ്തു സർവ്വ മാനവജാതിക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല എങ്കിൽ നിനക്ക് രക്ഷയില്ല എന്നുള്ളത് പറയുവാൻ കൊണ്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷം മാത്രം ജീവനുള്ള സുവിശേഷം? ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം മാത്രമേ ഉള്ളൂ മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തക്കമുള്ളത്? നരഭോജികളെ നരസ്നേഹികളെയാക്കി മാറ്റുവാൻ തക്കണം ഈ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. വ്യഭിചാരികളെയും മദ്യപാനികളെയും അവരുടെ ആ ദുസ്വഭാവത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കുവാൻ തക്കണം ഈ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ പറയട്ടെ, അനേകരുടെ സാക്ഷ്യം കേൾക്കുവാൻ തക്കണം കഴിയും. അവരുടെ ഈ മദ്യപാനത്തിൽ നിന്നും കൊടും പാപത്തിൽ നിന്നും അവർക്ക് വിടുതൽ തന്നത് പണമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവൃത്തിയല്ല, സുവിശേഷത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ സുവിശേഷത്താൽ അവർക്ക് ഈ കർത്താവിൻ സമാധാനം അനുഭവിപ്പാൻ തക്കണം കഴിഞ്ഞു. ഈ കർത്താവിൽ അവർക്ക് സന്തോഷം അനുഭവിപ്പാൻ തക്കണം കഴിഞ്ഞു. ഇതാ നിങ്ങളെ ഇന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതേ സകല ജനത്തിന് ഉണ്ടാകുവാനുള്ള വലിയൊരു ആ സന്തോഷം നിങ്ങൾക്കും അനുഭവിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ പ്രിയരെ ഈ വചനം കേൾക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ സ്വന്തം സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമോ? നിനക്കായി ജനിച്ച ഒരു കർത്താവായ യേശു ക്രിസ്തു, നിനക്കായി ജീവിച്ച ഒരു കർത്താവായ യേശു ക്രിസ്തു, നിനക്കായി മരിച്ച ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവായ യേശു ക്രിസ്തു, നിനക്കായി വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കും. അത് എപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഒരുപക്ഷെങ്കിൽ കിടക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ കിടക്കുകയായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഇരിക്കുകയായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നിൽക്കുകയായിരിക്കാം, നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സിലുള്ള ബന്ധത്തിൽ കടകളിൽ ഇരിക്കുകയായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒന്നേ ഉള്ളൂ, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട്, ഏത് സ്ഥാനത്തിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട്, കർത്താവെ ഞാനൊരു പാപിയാണ്, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ വളരെയധികം പാപം ചെയ്തു, ഇതാ ഞാൻ അങ്ങയുടെ മുൻപായി കടന്നു വരിക്കുന്നു, എനിക്കിപ്പോൾ കേൾക്കുവാൻ തക്കനൊടിയായി തീർന്നു, എനിക്ക് സമാധാനം തരുവാൻ, എനിക്ക് മഹാസന്തോഷം തരുവാൻ വേണ്ടി നീ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണലോകത്തിലേക്ക് കടന്നു വന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപം പോക്കി എന്നെ അവൻ്റെ മകനാക്കി മകളാക്കി തീർക്കണേ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് വരുന്നുവെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മകനായി മകളായി തീരുവാൻ തക്കണം കഴിയും. അത് നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കട്ടെ, അത് കർത്താവായ യേശു ക്രിസ്തു അംഗീകരിച്ചതായിരിക്കുന്ന ഒരു ബോൺ അഗൈൻ ഡേറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുൻപോട്ട് പോകാൻ തക്കണം കഴിയും. വേറൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇതുവരെ നിങ്ങൾ ഏത് ജീവിത രീതിയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഏതെല്ലാം പാപങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ അതിനൊരു സമാപ്തി കുറിച്ചുകൊണ്ട് ഒരു നല്ലൊരു ജീവിതം നയിപ്പാൻ, ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഒരു പുതിയ ജീവിതത്തോടു കൂടി നിങ്ങൾക്കൊരു നല്ലൊരു യജമാനൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃക കാട്ടിക്കൊണ്ട് അവനെ പിൻചെന്നുകൊണ്ട് ജീവിപ്പാൻ തക്കണം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനത്തിൽ കൂടി ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. അനേകരത് കേൾക്കുകയും അനേകർ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ തക്കണം. അതുമൂന്നിന് ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.